ഇന്ന് ഞാൻ വർക്കിനെത്തി കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഈ വണ്ടി കേട്ടോ. ഇതിനെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന വള്ളം എന്നാണ്. കാരണം വള്ളം തോന്നുന്ന ഒരു ഫീലാണ് ഇത് ഒടിയുമ്പോൾ കിട്ടണേന്നാണ് പറയുന്നത്. അതായത് വണ്ടിയുടെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. ഇന്ന് ഇറങ്ങുന്നതിന് മുന്നേ കുറച്ച് ഫുഡേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്ന് പണി തുടങ്ങുന്നതിന് മുന്നേ വിശപ്പ് തുടങ്ങി. ഞാൻ വന്നൊഴിക്ക് ഈ ഒരു ഐറ്റം മേടിച്ചായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലെ കറക്റ്റ് മഞ്ചാണ്. അതകത്താക്കിയപ്പോൾ ചെറിയൊരു താൽക്കാലിക ആശ്വാസം കിട്ടി. പിന്നെ പണി സിറ്റിയുടെ അകത്തായതുകൊണ്ട് പാർക്കിങ്ങിന്റെ ഒരു അവസ്ഥ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ ബ്ലോക്കിൽ നിന്ന് ഒരറ്റത്തുനിന്ന് മറ്ററ്റം വരെ വണ്ടി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണ്. ഇന്നെന്തായാലും ഒരു അസിസ്റ്റന്റിനെ കിട്ടിയിട്ടുണ്ട്. ആളെന്റെ ലൊക്കേഷൻ നോക്കി വൈകിട്ടായപ്പോൾ എത്തിയതാണ്. തണുത്ത ചോറും കറിയും കഴിക്കണമല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് വലിയുടെ ഷവർമ കൊണ്ടുള്ള മാസ് എൻട്രി. ഇത് വലിയുടെ ഹോം മെയ്ഡ് ഷവർമയാണ്. എന്റെ ഭാര്യ കൊണ്ട് പറയല്ല, വലിയൊരു അടിപൊളി കുക്കറാണ്. ഷവർമ അടിച്ച എനർജിയിൽ ഞാൻ ഓടിയെടുത്ത് പണി തുടങ്ങി. നാട്ടിൽ നിന്ന് വന്നപ്പോൾ എന്റെ ഫീൽഡിൽ ഒരു ജോലി കിട്ടുന്നവരെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പണിയാണ്. ഇപ്പൊ 10 മാസമായി. ഇന്ന് ഈ ഗോതംബർഗ് എന്ന് പറയുന്ന മതിയായ സിറ്റിയുടെ മുക്കുമൂലം വരെ മാപ്പില്ലാതെ പോകാൻ ഒരു സ്വീഡിഷുകാരനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. എന്തായാലും വലിയനെ ഞാൻ ഒഫീഷ്യൽ ക്യാമറകളാക്കിയിട്ട് വണ്ടിയിൽ ഇരുത്തിയേക്കാണ്. ആളിവിടെ റീലൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആവശ്യത്തിന് ചാടിക്കേറി പോകുന്നപ്പോൾ ഇത്രയും ബോറായിരിക്കും പ്രതീക്ഷ ഉണ്ടാവില്ല. ഒരു 9:30 ആയപ്പോഴേക്കും വർക്ക് തീരാറായി. ഇത് കണ്ടോ, ഇതേപോലുള്ള മെഷീൻസ് പുറത്ത് വെച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്നാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ വിളിക്കുന്നത്. അപ്പൊ അവർ ഡോർ ഓപ്പൺ ചെയ്യും. എല്ലാ ഡോറും തന്നെ തുറന്നൊന്നും ഒരു രാജകീയ വൽക്കുമാണ് നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഫീസിലോട്ട് വെച്ച് പിടിച്ചു. അവിടെ വന്ന് കാർ എടുത്തു. ഇനി വീട്ടിൽ പോവാം. വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള തത്രപ്പാടാണ്. അപ്പൊ ബാക്കി നാളെ.